എപ്പോഴും ജോലി, ഹോസ്പിറ്റൽ, പേഷ്യൻസ് എന്നൊക്കെ പറഞ്ഞിരുന്നാൽ മതിയോ? എന്തെങ്കിലും എൻ്റർടൈൻമെൻ്റൊക്കെ വേണ്ടേ? അങ്ങനെ ഒരു എൻ്റർടൈൻമെൻറ്റിനാണ് ഇപ്പം ഞങ്ങളിവിടെ വന്നേക്കുന്നത്. നമ്മുടെ വർക്ക് പ്ലേസിൽ നിന്ന് തന്നെ അറേഞ്ച് ചെയ്യുന്നതാണ് ഈ പ്രോഗ്രാം. വർഷത്തിൽ 2-3 പ്രോഗ്രാംസ് ഉണ്ട്. ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞിട്ട് ഇത് 2ാമത്തെ പ്രോഗ്രാമാണ്. ആദ്യത്തേത് സമ്മർ ടൈമിലായിരുന്നു. അന്ന് നമുക്ക് യൂട്യൂബ് ചാനലൊന്നും ഇല്ലാത്തതുകൊണ്ട് അധികം വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇത്തവണത്തെ നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞങ്ങളിവിടെ വന്നപ്പോഴേക്കും കുറച്ച് സ്റ്റാഫൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര ത്രില്ലിലായിരുന്നു. കാരണം ഇന്ന് നമുക്ക് ഗെയിമൊക്കെ ഉണ്ട്. ചെന്ന പാടെ നമ്മളോട് പറഞ്ഞു, ഇപ്പോൾ ഗെയിം തുടങ്ങും, ഇതിലേതെങ്കിലും ഒരു ഷൂ പാകമാകുന്ന എടുത്തിടാൻ. നമ്മുടെ ഷൂ ഇട്ടുകൊണ്ട് അകത്തോട്ട് കയറാൻ പറ്റത്തില്ല, ഈ ഷൂ തന്നെ ഇട്ടിട്ട് പോകണം കളിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും അവിടെ നിന്ന് ഷൂ ഒക്കെ എടുത്ത് ചേഞ്ച് ചെയ്തു. എല്ലാവരും ഭയങ്കര ആവേശത്തിലായിരുന്നു കളിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളാണെങ്കിൽ ഈ ഗെയിം ഇതുവരെ വീഡിയോസിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് കളിക്കാനും കാണാനും പോകുന്നത്. ഇതായിരുന്നു ആ ഗെയിം, ബോൾ എറിഞ്ഞിട്ട് കുപ്പി വീഴ്ത്തുന്നത്. ആദ്യത്തെ കുറച്ച് നേരം അവർ കളിക്കുന്നത് നോക്കി നിന്നു. പിന്നെയാണ് പറഞ്ഞത്, നമ്മൾ 4 പേര് ഒരു ടീമിലാണ്. മുകളിലുള്ള ആ മോണിറ്ററിൽ പേര് വരും, പേര് വരുന്നതനുസരിച്ച് മാറി മാറി കളിക്കണമെന്ന്. ഞങ്ങൾക്ക് 2 പേർക്കും ആദ്യത്തെ തന്നെ ചീറ്റിപ്പോയി. കാരണം പല ബോളിനും പല വെയിറ്റായിരുന്നു. നമ്മൾ ആദ്യം എടുത്തോണ്ട് പോയ ബോൾ വെയിറ്റ് ഉള്ളതായിരുന്നു. അപ്പോൾ നമുക്കത് നമ്മൾ വിചാരിക്കുന്ന പോലെ എറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നീടൊക്കെ എറിഞ്ഞത് അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ എല്ലാം കൊള്ളുന്നുണ്ടായിരുന്നു. നമ്മൾ കുപ്പി വീഴ്ത്തുന്നതനുസരിച്ച് മോണിറ്ററിൽ നമ്മുടെ സ്കോറും കാണിക്കുന്നുണ്ട്. ഒരു ടൈമിൽ 2 പ്രാവശ്യം കളിക്കാം. ആദ്യത്തെ എറിയിൽ തന്നെ മൊത്തം കുപ്പിയും വീഴുകയാണെങ്കിൽ ഒറ്റ കളിയേ ഉള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ട്രൈ ചെയ്യാം. ബോൾ എറിയാൻ നന്നായിട്ട് അറിയാവുന്നത് കാരണം ഒറ്റ പ്രാവശ്യം പോലും മൊത്തം കുപ്പിയും വീണിട്ടില്ലായിരുന്നു. കുറേ പ്രാവശ്യം ഇതുപോലെ ഒറ്റ കുപ്പി മിച്ചം വന്നു. പിന്നെ എങ്ങനെയൊക്കെയോ അത് അടിച്ച് വീഴ്ത്തി. അത് കഴിഞ്ഞപ്പം നമ്മുടെ ബോസ് വന്ന് നമ്മളോട് ചോദിച്ചു, ഇതെങ്ങനെയാണ് ഒറ്റക്കുപ്പി വീഴ്ത്തണേ, ചക്ക ഇട്ടപ്പം മുയലെത്തുമെന്ന് എങ്ങനെ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. 1 മണിക്കൂറത്തെ ഗെയിമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ കലാപരിപാടി ഫുഡ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഗെയിമൊക്കെ കളിച്ചത് കാരണം നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. പിന്നെ നേരെ പോയി ഫുഡൊക്കെ എടുത്തിട്ട് വന്നു. ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ലായിരുന്നു, പക്ഷേ ഉള്ളതിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി വിശന്നത് കൊണ്ട് തോന്നിയതാണോ എന്നറിയില്ല. ഇതായിരുന്നു ഫുഡ്. ഒന്ന് മീനും ക്യാരറ്റും കൂടെ എന്തോ ഒരു കറിക്കകത്തിട്ടതുപോലെ, പിന്നെ സാലഡും ബ്രെഡും ബട്ടറും, പിന്നെ കിഴങ്ങ് ഇതുപോലെ എന്തോ ഒരു സോസിലിട്ടത്. പക്ഷേ എല്ലാത്തിനും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. സാധാരണ ഞാൻ കിഴങ്ങ് കഴിക്കാത്തതാണ്, ഇത്തവണ 2 പ്രാവശ്യം എടുത്ത് കഴിച്ചു. അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ കളിച്ച ഗെയിമല്ലാതെ വേറെയും ഗെയിമൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ആരും കളിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല, ചുമ്മാ അവിടെ എല്ലാം ഇരിപ്പുണ്ടായിരുന്നു. ഈ ഗെയിം ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്. പിന്നെ കമ്പ് കൊണ്ട് കുത്തി ബോൾ അതിൻ്റെ അകത്തിടുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മളവിടെ കുത്തിയിരുന്ന് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് നേരെ വീട്ടിലോട്ട് പോന്നു. ഏതായാലും പ്രോഗ്രാം സൂപ്പറായിരുന്നു. ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു.